മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനാണ് മറുനാടൻ മലയാളിയുടെ സ്ഥാപകനായ ഷാജൻ സ്കറിയ. അദ്ദേഹത്തിന്റെ വിമർശനാത്മകമായ വീഡിയോകൾ കേരള സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങൾ അത്ഭുതാവഹമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വീഡിയോകൾ നിരന്തരം കണ്ടുകൊണ്ടേയിരിക്കുന്നു. കേരള സമൂഹത്തിൽ ഏറ്റവും സ്വാധീനമുള്ള മാധ്യമ പ്രവർത്തകനായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഇതെല്ലാം വസ്തുതയാണ്. അപ്പോൾ തന്നെ അദ്ദേഹം നിരന്തരം പറയാറുണ്ട്, ഞാനൊരു വർഗീയവാദിയല്ല, ഒരു മതത്തെയും എതിർക്കുന്നില്ല, എല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്നു. മറുനാടൻ ഷാജനെ ഒരു വർഗീയവാദിയായോ മതത്തിന്റെ പേരിൽ കുത്തിത്തിരിപ്പ് നടത്തുന്നവനായോ ഒന്നും ചിത്രീകരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹം മതപരമായ കാര്യങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ മേഖലയിലുള്ള വാർത്തകൾ, അന്തർദേശീയ വാർത്തകൾ എല്ലാം കൈകാര്യം ചെയ്യുന്നു. ആ കൂട്ടത്തിൽ മതപരമായ വിഷയങ്ങളെ കുറിച്ചുകൂടെ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നു. തനിക്ക് പറയാനുള്ളത് വളരെ ശക്തമായും കൃത്യമായും അദ്ദേഹം പറയുന്നു എന്നുള്ളതാണ് വാസ്തവം. ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകന് ലഭിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാം ഏത് വാർത്തകൾ കണ്ടെത്തണം, ഏത് വാർത്ത പ്രസിദ്ധീകരിക്കണം എന്നൊക്കെ തീരുമാനിക്കുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. ഷാജൻ സ്കറിയയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ സ്വാധീനിക്കുന്നവയാണ്. പലപ്പോഴും വാർത്തയിൽ പറയുന്ന ആ പ്രധാനപ്പെട്ട കാര്യത്തെക്കാൾ ഉപരി വാർത്തയ്ക്കുള്ളിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും അവരുടെ ചിന്തകളെ മാറ്റിമറിക്കുന്നവയുമാണ്. ഇവിടെ ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകിയ ഒരു വാർത്തയാണ്. ബഹിരാകാശ സഞ്ചാരികളായിരുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതരായി ലോകത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത്. ആ വാർത്ത നൽകിയ ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. കാരണം അത്രയ്ക്ക് വലിയൊരു ടെൻഷൻ മൗണ്ട് ചെയ്യപ്പെട്ടിരുന്നു ആളുകളുടെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ആ വാർത്തയ്ക്ക് വേണ്ടി ആളുകൾ കാത്തിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഷാജൻ പറഞ്ഞ വാർത്തയുടെ ആരംഭ ഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ലോകം കൈയടിച്ചു. ശാസ്ത്രത്തിന്റെ അസാധാരണമായ വളർച്ചയെക്കുറിച്ച് ലോകം അത്ഭുതപ്പെട്ടു. എല്ലാവരും ആഹ്ലാദിച്ചെങ്കിലും കൂടുതൽ ആഹ്ലാദമുണ്ടായത് ശാസ്ത്രവാദികൾക്കാണ്, ഭൗതികവാദികൾക്കാണ്, മതനിരാസത്തിൽ വിശ്വസിക്കുന്നവർക്കാണ്. അവർ ഒരിക്കൽ കൂടി പറഞ്ഞു, ശാസ്ത്രം ലോകത്തെ കീഴടക്കുന്നു, ദൈവത്തെ കീഴടക്കുന്നു എന്ന്. വാസ്തവത്തിൽ ഇത് ശാസ്ത്രത്തിന്റെ മാത്രം വളർച്ചയാണോ, നേട്ടമാണോ? അങ്ങനെയെങ്കിൽ ഈ അസാധാരണമായ നേട്ടത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായ സുനിത വില്യംസ് എന്ന അമേരിക്കക്കാരി എന്തിനാണ് ഭഗവത്ഗീതയെയും ഗണേശനെയും കൂട്ടുപിടിച്ചത്? സുനിതയുടെ പിതാവ് ഗുജറാത്തിൽ ജനിച്ചു വളർന്നയാളാണ്. പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയായിരുന്നു. അമേരിക്കൻ പൗരത്വമുള്ള സുനിത ഇന്ത്യൻ വംശജ മാത്രമല്ല, ഇന്ത്യൻ പാരമ്പര്യം തന്റെ ജീവിതത്തിൽ നിലനിർത്തുന്നയാളാണ്. ബഹിരാകാശത്തേക്ക് പോയപ്പോഴും ആ ഹെറിറ്റേജ്, ആ പാരമ്പര്യം സുനിത നിലനിർത്താൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടെയും കഴിക്കാൻ സുനിത സമോസ കൊണ്ടുപോയിരുന്നു എന്നാണ് പത്രവാർത്തകൾ. തന്റെ പിതാവിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി ഈ ദീപാവലി സുനിത ശൂന്യാകാശത്ത് ആഘോഷിച്ചതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. സുനിത തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ രണ്ട് വസ്തുക്കൾ, ഒന്ന് ഗണപതി ഭഗവാന്റെ ഒരു ചെറിയ രൂപമായിരുന്നു, മറ്റൊന്ന് ഗീതയും ഉപനിഷത്തുമായിരുന്നു. ശാസ്ത്രം വികസിക്കുമ്പോഴും ശാസ്ത്രത്തിനൊപ്പം ആത്മീയ പാരമ്പര്യം സൂക്ഷിക്കാൻ, തന്റെ അസ്വസ്ഥതകളെ മറികടക്കാൻ, തന്റെ ശൂന്യാകാശത്തെ പോരാട്ടം പൂർത്തിയാക്കാൻ സുനിത നെഞ്ചോട് ചേർത്ത് പിടിച്ചതും എപ്പോഴും വായിച്ചതും ഗീതയായിരുന്നു. ഗീത നൽകിയ പ്രചോദനം, ഗീത നൽകിയ ആത്മവിശ്വാസം, അത് തന്റെ ശക്തിയുടെ സ്രോതസ്സാണെന്ന് തുറന്നു പറയാൻ സുനിത ഒരിക്കലും മടി കാട്ടിയിട്ടില്ല. ഒപ്പം ഗഹനമായ തത്വചിന്തകളിലേക്ക് സുനിതയെ നയിച്ചിരുന്നത് ഉപനിഷത്തുകളാണ്. ഭഗവത്ഗീതയും ഉപനിഷത്തും നെഞ്ചോട് ചേർത്ത് ബഹിരാകാശത്തേക്ക് പറക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തത് കൊണ്ടുകൂടിയാണ് അമേരിക്കൻ പൗരയായ സുനിത ഭാരതത്തിന്റെ കൂടി അഭിമാനമായി മാറുന്നത്. ശാസ്ത്രവാദികൾ ബോധപൂർവം മറക്കുന്നതാണോ സുനിതയുടെ ഗീതയോടും ഗണപതി ഭഗവാനോടുമുള്ള ഈ പ്രേമം എന്നുകൂടി വ്യക്തമാക്കണം. ആ ഭാഗത്ത് ഷാജൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശാസ്ത്രവാദികൾ ബോധപൂർവം മറക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. എനിക്കും പ്രിയ ഷാജനോട് പറയാനുള്ളത്, താങ്കൾ ബോധപൂർവം ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുന്നു. അതിലേക്കാണ് ഞാൻ വരുന്നത്. 2024 ജൂൺ 5-നാണ് 8 ദിവസത്തെ ഒരു ചെറിയ ദൗത്യത്തിനു വേണ്ടി ബഹിരാകാശ സഞ്ചാരികളായി, ശാസ്ത്രജ്ഞരായി സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശ കേന്ദ്രത്തിലെത്തുന്നത്. അവർ എത്തിച്ചേർന്ന ബോയിങ് കമ്പനിയുടെ സ്റ്റാർലൈൻ പേടകത്തിൽ അവർ തിരിച്ച് മടങ്ങേണ്ടതായിരുന്നു. എന്നാൽ ആ പേടകത്തിനുണ്ടായ ചില സാങ്കേതിക തകരാറുകൾ നിമിത്തം അവരുടെ യാത്ര അനന്തമായി നീണ്ടുപോയി.
പല ഘട്ടങ്ങളിൽ അവരുടെ മടക്കയാത്രയെക്കുറിച്ച് ആശങ്കകൾ ഉയരത്തക്ക നിലയിലുള്ള വാർത്തകൾ പ്രചരിച്ചു. അവരുടെ ജീവന് തന്നെ ഭീഷണിയാണ്, അവർക്കിനി മടങ്ങി വരുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ നിലയിലുള്ള വാർത്തകളാണ് പലപ്പോഴും പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അവരുടെ ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും വലിയ ആശങ്കകൾ ജനത്തിനുണ്ടായി. ഇങ്ങനെ വലിയ മാധ്യമ ശ്രദ്ധ ഇവരുടെ കാര്യത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ മടങ്ങി വരവിനെ ലോകം വലിയൊരു ആഘോഷമായി ഏറ്റെടുത്തത് എന്നുള്ളതും വസ്തുതയാണ്. ഇതിനിടെ അമേരിക്കൻ തിരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ കടന്നു വന്നു. അതോടനുബന്ധിച്ച് വലിയ പ്രചരണങ്ങൾ ബഹിരാകാശ സഞ്ചാരികളെ മടക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡന് താല്പര്യമില്ല എന്നുള്ള നിലയിലുള്ള വാർത്തകൾ പ്രചരിച്ചു, ആരോപണങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ഈ വാർത്തയിലേക്ക് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ തിരിച്ചു എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഏതായാലും അമേരിക്കൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ട്രംപ് അധികാരത്തിലെത്തി. ട്രംപിന്റെ ആദ്യത്തെ നടപടികളിൽ ഒന്നായിരുന്നു തന്റെ രാഷ്ട്രീയ പങ്കാളിയായിരിക്കുന്ന ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ തന്നെ ബഹിരാകാശ സഞ്ചാരികളെ മടക്കിക്കൊണ്ടുവരുവാനുള്ള ദൗത്യം ഭരമേൽപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ അത് സംഭവിച്ചു. 287 ദിവസത്തെ, അതായത് 9 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും കഴിഞ്ഞ ദിവസം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ ഒരു പേടകത്തിൽ വന്ന് ഇറങ്ങിയത് ലോകം മുഴുവൻ ആശ്വാസത്തോടെ നോക്കിക്കണ്ടു. വലിയ സ്വീകരണമാണ് അവർക്ക് ലഭിക്കുന്നത്. ലോകമെങ്ങുമുള്ള വാർത്താ മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയ എല്ലാം ഈ കാര്യങ്ങളാണ് ഈ ചില ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ഈ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് വലിയ പ്രാധാന്യം വാർത്തകൾക്ക് നൽകുവാൻ അവരെ പ്രേരിപ്പിച്ചു. ഇന്ത്യ മുഴുവൻ സുനിത വില്യംസിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളിലായിരുന്നു. അതുപോലെ തന്നെ മലയാള മാധ്യമങ്ങളും സുനിത വില്യംസിന്റെ മടങ്ങിവരവ് ഒരാഘോഷമാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മലയാള മനോരമയുടെ സുനിത വില്യംസ് മടങ്ങിയെത്തുന്ന ദിവസത്തെ മുഖചിത്രം എന്ന് പറയുന്നത് 2 കരങ്ങളും വിരിച്ച് ആകാശത്തിലൂടെ പറന്നിറങ്ങുന്ന സുനിത വില്യംസിന്റെ ഒരു ചിത്രവുമായിട്ടായിരുന്നു അതിമനോഹരമായിട്ട് മലയാള മനോരമ അത് കവർ ചെയ്തു. ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട ഷാജൻ സ്കറിയയും ഈ വാർത്തയെ വളരെ കാര്യമായി തന്നെ കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിന്റെ തംബ്നെയിലിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യം ഭഗവത്ഗീത മാറോട് ചേർത്ത് പിടിച്ച് മടങ്ങിയെത്തിയ സുനിത വില്യംസിനെ കുറിച്ചാണ്. ഏതായാലും ഷാജൻ സ്കറിയയും ഈ വാർത്തയ്ക്ക് അർഹിക്കുന്ന പ്രാധാന്യം നൽകി റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ വാർത്തയും ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിങ്ങിലും സുനിത വില്യംസ് ഇന്ത്യൻ പാരമ്പര്യം കാത്തുകൊണ്ട് സമൂസ കഴിച്ചു, അതുപോലെ ഭഗവത്ഗീതയും ഗണേശ രൂപവും ഒക്കെ കൊണ്ടായാണ് സുനിത വില്യംസ് യാത്ര ചെയ്തത് എന്നൊക്കെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തു. ആ ഭഗവത്ഗീത ചേർത്ത് പിടിച്ചതിനെയും ആലിംഗനം ചെയ്തതിനെയും അത് വായിച്ചതിനെയും കുറിച്ചൊക്കെയാണ് ഷാജൻ സ്കറിയ കൂടുതലായി വിവരിച്ചത്. എന്നാൽ ഒരു കാര്യം ഞാൻ പരിശോധിച്ചിട്ട് ഈ സുനിത വില്യംസിന്റെ ഇത്തവണത്തെ യാത്രയിൽ അവർ ഭഗവത്ഗീത കൊണ്ടുപോയതായിട്ട് ഒരിടത്തും കണ്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മേ ബി കൊണ്ടുപോയിട്ടുണ്ടായിരിക്കാം, എന്നാൽ അവർ അത് വായിച്ചു എന്നുള്ളതോ ആശ്വാസം കണ്ടെത്തി എന്നുള്ളതോ ഒക്കെ പത്രക്കാരുടെ ഒരു അതിശയോക്തി കലർന്ന വാർത്തകളായിട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. എന്നാൽ ഇതിനു മുൻപ് നടത്തിയ ഒരു യാത്രയിൽ അവർ ഭഗവത്ഗീത കൊണ്ടുപോയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. ഷാജൻ പറയുവാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുനിത വില്യംസിന്റെ മടങ്ങി വരവിനെ ശാസ്ത്രം വലിയ ആഘോഷത്തോടെയാണ് കൈകാര്യം ചെയ്തത്. ലോകത്തെ ശാസ്ത്രം വീണ്ടും കീഴ്പ്പെടുത്തിയിരിക്കുന്നു, ദൈവത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു തുടങ്ങിയ ആവേശകരമായ തലക്കെട്ടുകളാണ് ശാസ്ത്രത്തെ അനുകൂലിക്കുന്നവർ നൽകുന്നത് എന്നുള്ളതാണ് ഷാജന്റെ ആശയങ്ങളിലുള്ളത്. ഒപ്പം അദ്ദേഹം പറയുന്നു, ഇത് ശാസ്ത്രത്തിന്റെ മാത്രമായ ഒരു വിജയമായി കണക്കാക്കുവാൻ സാധിക്കത്തില്ല. അങ്ങനെയെങ്കിൽ സുനിത വില്യംസിനെ പോലെ ആ കൂട്ടത്തിൽ ഉൾപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ഭഗവത്ഗീത കൊണ്ടുപോകുകയും ഗണേശ വിഗ്രഹം കൊണ്ടുപോകുകയും അതിൽ ആശ്വാസം കണ്ടെത്തുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആത്മീയതയെ മാറ്റി നിർത്തി ശാസ്ത്രത്തിന് ഒരു എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ള ഏകദേശ ചിന്തയാണ് ഷാജൻ സ്കറിയ പറയുന്നത്. നമുക്കതിനെ അനുകൂലിക്കുന്നതിനകത്ത് യാതൊരു തർക്കവും ആവശ്യമില്ല. സത്യമാണ്, ശാസ്ത്രത്തിന്റെ എല്ലാ വളർച്ചയുടെയും അടിത്തറ നമ്മൾ പരിശോധിച്ചാൽ അതിനകത്ത് ദൈവവിശ്വാസമുള്ള ശാസ്ത്രജ്ഞരുടെ നീണ്ട നിര നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ഈ ശാസ്ത്രീയ നേട്ടങ്ങളൊന്നും അവരുടെ ദൈവവിശ്വാസത്തെ തകർക്കുന്നില്ല, അതിനെ വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഷാജൻ സ്കറിയയുടെ വീഡിയോയ്ക്കകത്തെ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നമ്മൾ കാണിച്ച ഭാഗത്തുള്ളത് ശാസ്ത്രവാദികൾ ബോധപൂർവം മറച്ചു വെക്കുന്നു എന്നൊരു വാദം അദ്ദേഹം ഉയർത്തി. ഈ വാക്ക് തന്നെ ഞാൻ തിരിച്ചു പറയട്ടെ. ഈ കഥയെല്ലാം വിവരിക്കുമ്പോൾ, സുനിത വില്യംസിനെ കുറിച്ച് വിശദമായി സംസാരിക്കുമ്പോൾ തന്നെ ശാസ്ത്രം മാത്രമല്ല ആത്മീയതയും ആവശ്യമാണ് എന്നുള്ള നിലയിൽ ഒരു റിപ്പോർട്ട് ഇതോടനുബന്ധിച്ച് നടത്തുമ്പോൾ ഷാജൻ സ്കറിയ മറച്ചു വെക്കാൻ ശ്രമിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്. അതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. 2 പേരാണ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയത്. അതിലൊന്ന് സുനിത വില്യംസ്, 2 ഹൂസ്റ്റൺ സ്വദേശിയായിരിക്കുന്ന ബുച്ച് വിൽമോർ എന്ന് പറയുന്ന അമേരിക്കക്കാരൻ. ഈ 2 പേരും ഒന്നിച്ചാണ് 9 മാസങ്ങൾ ആ ബഹിരാകാശ നിലയത്തിൽ ചിലവഴിച്ചത്. ഈ 2 പേരുടെയും പ്രത്യേകത, അവർ 2 പേരും ദൈവവിശ്വാസികളായിരുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ബുച്ച് വിൽമോർ എന്ന് പറയുന്ന മനുഷ്യൻ, 62 വയസ്സുള്ള ഈ അമേരിക്കക്കാരൻ, തന്റെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം അദ്ദേഹം മടങ്ങി വരുന്നതിന്റെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു വാർത്താലേഖകന്റെ ചോദ്യത്തിന് മറുപടിയായി വളരെ കൃത്യമായി അദ്ദേഹം നൽകുന്നുണ്ട്. അതും ഏറ്റവും ശ്രദ്ധേയമാണ്. അത് ലോകമെങ്ങും വൈറലായിട്ടുള്ള ഒരു സന്ദേശമാണ്. അതിൽ തന്റെ ക്രിസ്തു വിശ്വാസവും തനിക്ക് ക്രിസ്തു വിശ്വാസം നൽകുന്ന ധൈര്യവും താൻ ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്നും വളരെ കൃത്യമായി അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു മടിയും കൂടാതെ അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ബഹിരാകാശ ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ബുച്ച് വിൽമോർ ഒരു സാധാരണക്കാരനായ മനുഷ്യനായി മാത്രം കണക്കാക്കേണ്ടതില്ല. അദ്ദേഹത്തിന്റെ സ്വദേശമായ ഹൂസ്റ്റണിലെ പസദേനയിലെ പ്രൊവിഡൻസ് ബാപ്റ്റിസ്റ്റ് സഭയുടെ ഒരു മൂപ്പനും കൂടിയാണ്, എൽഡറും കൂടിയാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ ആ സഭയുടെ പ്രധാനപ്പെട്ട ആത്മീയ ശുശ്രൂഷകരിൽ ഒരാളാണ് ഈ ബുച്ച് വിൽമോർ എന്ന് പറയുന്ന ഈ ബഹിരാകാശ സഞ്ചാരി. അദ്ദേഹത്തിന് ഉറച്ച ബോധ്യങ്ങളുണ്ട്. ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിന്റെ വഴികാട്ടിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്ര കൃത്യതയുള്ളതാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം ഇപ്രകാരമായിരുന്നു: ബഹിരാകാശത്ത് 9 മാസങ്ങൾ അവിചാരിതമായി ചിലവഴിക്കേണ്ടി വന്ന താങ്കൾക്ക് എന്ത് ജീവിത പാഠമാണ് ഇതിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്? ലോകത്തോട് താങ്കൾക്ക് എന്താണ് പറയുവാനുള്ളത് എന്നുള്ളതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ ഉത്തരം നൽകുന്നു. ആ ഉത്തരം ഇപ്രകാരം നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമായി പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അത്. എൻ്റെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലാണ് അതിൻ്റെ അടിസ്ഥാനമിരിക്കുന്നത്. അവൻ മനുഷ്യരാശിയിൽ ഉടനീളം തന്റെ മഹത്വത്തിനായി പ്ലാനും പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ദൈവിക പദ്ധതികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും സാധിക്കുന്നതിൽ ഞാൻ അതീവ സന്തോഷവാനാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലെ വാക്യങ്ങളിലൂടെ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളിലും എല്ലാ വ്യക്തികളിലും ദൈവം കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചില കാര്യങ്ങൾ നന്മയ്ക്ക് വേണ്ടിയാണ്, ചില കാര്യങ്ങൾ അത്ര നല്ലതല്ലെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ വിശ്വസിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ഉറച്ച പ്രഖ്യാപനം. തന്റെ ജീവിത ദർശനം മുഴുവൻ അതിനകത്തുണ്ട്. തന്റെ വിശ്വാസ പ്രഖ്യാപനം മുഴുവൻ ആ വാചകത്തിനകത്തുണ്ട്. ഇനി ഷാജൻ സ്കറിയയോട് ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്കളുടെ ആ വാർത്താ റിപ്പോർട്ടിങ്ങിനകത്ത് ആത്മീയതയുടെ കരം പിടിച്ചാണ് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി താങ്കൾ നടത്തിയ ശ്രമത്തെ 100% ഞാൻ അഭിനന്ദിക്കുന്നു. എന്നാൽ അതോടൊപ്പം സുനിത വില്യംസിന്റെ ഭഗവത്ഗീതയുടെയും ഗണേശ വിഗ്രഹത്തിന്റെയും കാര്യം പറഞ്ഞതോടൊപ്പം ബുച്ച് വിൽമോർ എന്ന സഹയാത്രികൻ നടത്തിയ ഈ പ്രസ്താവനയും അദ്ദേഹത്തിന്റെ വിശ്വാസവും കൂടെ താങ്കൾ പരാമർശിച്ചിരുന്നെങ്കിൽ ആ വാർത്താ റിപ്പോർട്ടിംഗ് ഏറ്റവും ഗംഭീരമായിരുന്നേനെ. താങ്കൾ പറഞ്ഞ ആശയങ്ങൾ കുറച്ചുകൂടെ ഉജ്ജ്വലമായി ജനങ്ങളിലേക്ക് എത്തുമായിരുന്നു. താങ്കൾക്ക് അത് പറയാൻ കഴിയാതെ പോയത് ബോധപൂർവം താങ്കൾ ആ ഭാഗം വിട്ടുകളഞ്ഞതാണ് എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അതിയായ ദുഃഖം തോന്നുന്നു. ഒരു കാര്യം കൂടെ പറയട്ടെ.
ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ക്രിസ്തീയ സഭകളുമായി ബന്ധപ്പെട്ട് നിരവധിയായ നെഗറ്റീവ് വാർത്തകൾ താങ്കൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള താങ്കൾക്ക് പോസിറ്റീവായ ഒരു കാര്യം ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യാൻ ലഭിച്ച അവസരമാണ് താങ്കൾ നഷ്ടമാക്കി കളഞ്ഞത് എന്നുകൂടെ ഓർപ്പിക്കട്ടെ.